ബില്ലുകൾ വളരെ കൂടുതലാണ്. എനിക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. എനിക്കൊരു 4000 രൂപയൊക്കെ കറണ്ട് ബില്ല് വന്നത്. ഞാനത് എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്ത് നോർമൽ ലെവലിലേക്ക്. ഇപ്പം എനിക്ക് ബില്ല് വരുന്നത് 1300 1500 താഴെയൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വിശദമാക്കി തരാം നിങ്ങൾക്ക്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്, അതായത് ഏതൊരു എക്യുപ്മെൻറ്റും അത് കറക്റ്റ് ലോഡിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് കൂടുതൽ എടുക്കുന്നുണ്ട്. അത് കാലപ്പഴക്കം വരുന്നതനുസരിച്ചിട്ട് ഓരോ മെഷീനറികൾക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് എല്ലാത്തിനും തന്നെ കാലപ്പഴക്കത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കോയിലുകൾക്കോ മറ്റുള്ള ഉപകരണങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓവറായിട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. ഇപ്പം ഞാനൊരു ടെസ്റ്റിങ്ങിന് എടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു അയൺ ബോക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു കാലപ്പഴക്കം ചെന്ന ഒരു മോട്ടറിൻ്റെ കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താം. കാര്യം വെച്ചാൽ എന്നാലാണ് നിങ്ങൾക്കിത് ഫുള്ളായിട്ടും മനസ്സിലാവുള്ളൂ ഇതെന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 1200 വാട്ട്സാണ് ഈ ഒരു അയൺ ബോക്സിൻ്റെ വാട്ടേജ് വരുന്നത്. ഇത് നമുക്ക് ശരിക്കും എത്ര ആംബിയർ എടുക്കേണ്ടതെന്ന് നോക്കണം. ഇതിൻ്റെ ആംബിയറിനെ കണക്കാക്കിയിട്ടാണ് ഇത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യണത് എന്നറിയാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ക്ലാമ്പ് മീറ്റർ ആണ് കേട്ടോ. ക്ലാമ്പ് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വില കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടാവും. എന്നാലും ഈ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇലക്ട്രീഷ്യന്മാരോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സീറോയിൽ നിന്ന് നമ്മളിവിടെ 200 ആംബിയർ അല്ലെങ്കിൽ 20 ആംബിയർ ഏതാണോ നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ ഉള്ളത് അതനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ കൂടിയ ആംബിയർ വേണം ഇടാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഇടുന്നത് 200 ആംബിയറാണ്. 200 ആംബിയറിൽ നമ്മളിപ്പോൾ ഇവിടെ സീറോ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫേസ് ന്യൂട്രൽ എർത്തിനെ ഇങ്ങനെ ഒരു വയറിലേക്ക് മാറ്റിയേക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു സീൽഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്ലാമ്പ് മീറ്ററിൽ സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ കോഡ് വഴി വേണമെങ്കിലും അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫേസ് ലൈനിൽ നമുക്ക് ഈ ഒരു ക്ലാമ്പ് മീറ്റർ നമ്മളിങ്ങനെ കണക്ട് ചെയ്തിടുക. അപ്പോൾ കണക്ട് ചെയ്തിട്ടു ഇവിടെ സീറോയാണ്. ഇപ്പം ഞാൻ ഓൺ ചെയ്തിട്ടില്ല, പവർ സപ്ലൈ ഓൺ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോയി. ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതെടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 4.3 ആണ്. 4.2 ആംബിയറാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു 4.3 ആംബിയർ വരുന്നത് ഈ യൂണിറ്റുമായിട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 1200 വാട്ട്സാണ്. 1200 വാട്ട്സാണ് നമ്മളുടെ ഈ ഒരു അയൺ ബോക്സിൻ്റെ വാട്ടേജ് വരുന്നത്. അതിനെ നമ്മൾ നമ്മുടെ ലൈൻ വോൾട്ടേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 230 228 നമ്മുടെ വീട്ടിൽ വരുന്ന ലൈൻ എത്രയാണോ വോൾട്ടേജ് അതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മളുടെ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആംബിയർ. ആ കറക്റ്റ് ആംബിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ് കറക്റ്റ് മോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അതിനേക്കാളും കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും കോയിലുകൾ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ പാർട്ട് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ഒരുപാട് കൂടുതൽ വരുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ നമ്മുടെ ലൈൻ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മീറ്ററിൽ റീഡ് ചെയ്യുന്നത് 124 വോൾട്ട് നമുക്ക് ഒരു ലൈനിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ തേപ്പോട്ടി നമുക്ക് 1200 വാട്ട്സാണ്. അപ്പോൾ 1200 നമ്മൾ അടിച്ചു. നമ്മൾ ഡിവൈഡഡ് ബൈ 224 സമം 5.3 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4.2 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് കുഴപ്പമില്ല, കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ലോഡിംഗ് പവറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു റേഷ്യോനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ 5.3 വരുന്നതിന് പകരം 7ഉം 6ഉം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പോയിന്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപകരണം എന്തോ ഫോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കറണ്ട് കാശ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു മോട്ടർ ഇതൊരു 15 വർഷത്തോളം പഴക്കമുള്ള മോട്ടറാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ബെയറിങ്ങും ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മളിനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ ഒരു ടെസ്റ്റിങ്ങിനകത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ പറഞ്ഞ ആംബിയറിനകത്ത് എത്ര വ്യത്യാസം വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റിംഗ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് 1.3 1.4 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണങ്ങളും അതായത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാര്യം എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കിതുപോലെ കറണ്ട് ബില്ല് ഒരുപാട് കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോ ഉപകരണങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോട്ടർ, ഫ്രിഡ്ജ്, അങ്ങനത്തെ എല്ലാ ഉപകരണങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടി എനിക്ക് പണി കിട്ടിയത് ഏറ്റവും കൂടുതൽ ഫ്രിഡ്ജിനകത്തായിരുന്നു. ഏകദേശം ഒരു 15 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജായിരുന്നു. ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് എനിക്ക് നല്ലൊരു രീതിയിൽ
കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രിഡ്ജ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഒരു കറണ്ട് ബില്ല് എനിക്ക് കുറക്കാൻ സാധിച്ചത്. പിന്നെ അതുപോലെ ഫാനുകൾ 15 വർഷം 10 വർഷം പഴക്കമുള്ള ഫാനുകളാണ് വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം മാറ്റി BLDC ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കറണ്ട് കാശ് നമുക്ക് കുറക്കാൻ സാധിച്ചു. ഇപ്പോൾ വരുന്ന ബില്ല് വളരെ തുച്ഛമായിട്ടുള്ള ബില്ലാണ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഒരു റേറ്റഡ് ആംബിയർ കൊടുത്തിട്ടുണ്ടാവും. ആ ആംബിയറിൽ കൂടുതൽ പോകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.